നമസ്കാരം, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വീഡിയോ ചെയ്യുന്നത് മുന്നേ പ്ലീസ് ചോദിച്ച കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്കിത് ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുന്നേയുള്ള കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചേർത്താണ് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതേ എന്ന വാക്യം രേഖപ്പെടുത്തിയിട്ടുള്ള ലിപി ഏതാണ്? എ. ബ്രഹ്മി ലിപി, ഖരാഷ്ടി ലിപി, ക്യൂനിഫോം ലിപി, ദേവനാഗരി ലിപി. ആൻസർ ഡി, ദേവനാഗരി ലിപിയാണ്. ദേവനാഗരി ലിപിയാണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് സെക്കൻഡ് വൺ, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ എന്ന് പറയുന്നത് ഉത്തരായന രേഖയാണ്. ആൻസർ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഓക്കെ, ഇന്ത്യയിൽ, അപ്പം മൂന്നാമത്തെയാണ്, ഇന്ത്യയിൽ സജീവമായ അഗ്നിപർവ്വതം ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഓക്കെ, ഇതിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉത്തരായന രേഖയാണ്. തേർഡ് വൺ, ഇന്ത്യയിൽ സജീവമായ അഗ്നിപർവ്വതം ബാരൻ ദ്വീപാണ്. ഇന്ത്യയിലെ സജീവമായ അഗ്നിപർവ്വതം ഈ ബാരൻ ദ്വീപ് ഉള്ളത് അൻഡമാൻ നിക്കോബാർ എന്ന നമ്മളെ ചെറിയ സ്റ്റേറ്റിലാണ്, ഐലൻഡിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഉയരം കൂടിയ കൊടുമുടി. ഓപ്ഷൻ എ നന്ദാദേവി, കോൾവൻ ആസ്റ്റിൻ, കാഞ്ചൻജംഗ, അന്നപൂർണ. ആൻസർ കാഞ്ചൻജംഗയാണ്. എന്തുകൊണ്ടാണ് തർക്കരേഖ പറയുന്നത്? കാരണം നേപ്പാളിൻ്റെയും ഇന്ത്യൻ്റെയും ബോർഡറിലാണ് ഈ കാഞ്ചൻജംഗയുള്ളത്. ഇതിൻ്റെ ഉയരം 8556 മീറ്ററാണ്. പഞ്ചായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവിന്ദ് റായ് മെഹത്തിയാണ്. പഞ്ചായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പഞ്ചായത്ത് രാജ് ദിനമായി ആഘോഷിക്കുന്ന ഏപ്രിൽ 24-നാണ് പഞ്ചായത്ത് രാജ് ദിനമായി നമ്മൾ ആഘോഷിക്കുന്നത്. അതിൽ ഫെബ്രുവരി 19 കേരളത്തിൽ പഞ്ചായത്ത് ദിനമായി ആചരിക്കുന്നു. ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനമായി ഇന്ത്യ ഒട്ടാകെ ആഘോഷിക്കുന്നത്. കേരളത്തിൽ ഫെബ്രുവരി 19-നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല എറണാകുളമാണ്. എറണാകുളത്തിന് ഈ ഒരു പദവി ലഭിച്ചത് 1990 ഫെബ്രുവരി 4, അതായത് 1990 ഫെബ്രുവരി 4-നാണ് എറണാകുളത്തിന് ഇങ്ങനെയൊരു പദവി ലഭിച്ചത്. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം. ഓപ്ഷൻ ശാസ്താംകോട്ട തടാകം, വെള്ളായണി തടാകം, പൂക്കോട് തടാകം, ഇരവികുള തടാകം. ശാസ്താംകോട്ട തടാകമാണ് ഇതിൻ്റെ ആൻസർ. അതുപോലെ എൽ ആകൃതിയിലുള്ള കായൽ പുന്നമട കായലാണ്. യു ആകൃതിയിലുള്ള കാണുന്ന നദി ചന്ദ്രഗിരി പുഴയാണ്. അങ്ങനെ കുറേ ഓപ്ഷൻസ് പഠിക്കാനുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ബാക്കി ചെയ്യുന്നതാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1992-ലാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. ₹1 കറൻസി നോട്ടിൽ ഒപ്പിടുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. ₹1 കറൻസി നോട്ടിൽ ഒപ്പിടുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച തീയതി 1950 ജനുവരി 26. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്ന ദിവസം നവംബർ 14-ആണ്. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്ന ദിവസം. 12th വൺ, ഇന്ത്യയിൽ മിസൈലുകൾ, ടാങ്കുകൾ, അന്തർവാഹിനികൾ എന്നിവ വികസിപ്പിക്കുന്ന ഗവേഷണ സ്ഥാപനം DRDO എന്ന ഒരു ഗവേഷണ സ്ഥാപനമാണ്. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ്. ഡിഫൻസ് റിസർച്ച് RESERCH റിസർച്ച് ഡെവലപ്മെൻറ്റ് DEVELOPMENT ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ORGANISATOL എന്ന ഒരു ഗവേഷണ സ്ഥാപനമാണ് ഇന്ത്യയിൽ മിസൈലുകളും ടാങ്കുകളും അന്തർവാഹിനികളും എന്നിവ വികസിപ്പിക്കുന്നത്. 13th വൺ, ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം. ഓപ്ഷൻ സുപ്രീം കോടതി, ഹൈക്കോടതി, പാർലമെൻറ്റ്, കേന്ദ്ര മന്ത്രിസഭ. ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് പാർലമെൻ്റ് ആണ്. രാജ്യസഭ ലോക്സഭ എല്ലാം ചേർന്നാണ് ഇത് പാർലമെൻറ്റ്. 14th വൺ, ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ ഭരണപത്തി ഉപയോഗം ഗവർണൻസ് ആണ്. ഇത് മുന്നേ ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയത് ലോക്പാലാണ്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയത്. ലോകായുക്ത സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയത് ലോകായുക്തയാണ്. കേരളത്തിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയത് ഏത് തീയതിയാണ്? 2020 ജനുവരി 1 മുതലാണ് കേരളത്തിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയത്. സർക്കാർ ജീവനക്കാർക്കിടയിൽ വിനിമയത്തിനായി കേന്ദ്ര സർക്കാർ നിർമ്മിച്ച ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ജിംസ്. 18, മാർബിൾ ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ്? കായാന്തരിത ശില. ഈ ശിലയെക്കുറിച്ച് പഠിക്കാൻ കുറേ ഉണ്ട്. ഞാനത് വേറെ വീഡിയോ ചെയ്യുന്നതാണ്. 19th, കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കഞ്ചിക്കോട് എന്ന സ്ഥലത്താണ് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. 20th, ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനം നാഗാലാൻഡ് ആണ്. ഈ നാഗാലാൻഡിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനം നാഗാലാൻഡ് ആണ്.
21. താഴെ പറയുന്നവയിൽ വഖഫ് മൗലവുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം ഏതാണ്? അൽ അമീനാണ്. 22. കേരളത്തിൽ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴയാണ്. കേരളത്തിൽ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. 23. 1961 ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുമ്പ് ഗോവ ഏത് വിദേശ രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു? എ ബ്രിട്ടൻ, ബി പോർച്ചുഗൽ, സി ഫ്രാൻസ്, ഡി നെതർലാൻഡ്. ആൻസർ ബി പോർച്ചുഗലാണ്. പോർച്ചുഗലിൻ്റെ കീഴിലായിരുന്നു ഗോവ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ വരെ. 24. ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം 1962 ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടന്നത്. ഇത് 1962 ഒക്ടോബർ 20 യുദ്ധം നടന്നത്. അപ്പോൾ നവംബർ 21 ചൈന വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ആ യുദ്ധം അവസാനിപ്പിച്ചു. ആ യുദ്ധം തുടങ്ങിയത് അതിർത്തി തർക്കത്തെ തുടർന്നാണ്. 1962 ഒക്ടോബർ 20 യുദ്ധമുണ്ടായത്. 25. പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാനായി കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ മാധവ ഗാഡ്ഗിലാണ്. കസ്തൂരിരംഗനെ നിയമിച്ചത് കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ചത് മാധവ ഗാഡ്ഗിലാണ്. ഇത് എപ്പോൾ ഒരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യനാണ്. PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. 25th ക്വസ്റ്റ്യൻ. 26. 500ൻ്റെയും 1000ൻ്റെയും കറൻസി നോട്ടുകൾ കേന്ദ്ര ഗവൺമെൻറ് പിൻവലിച്ചത് എപ്പോഴാണ് 500ൻ്റെയും 1000 കറൻസി നോട്ടുകൾ കേന്ദ്ര ഗവൺമെൻറ് പിൻവലിച്ചത്? 2016 നവംബർ 8 500ൻ്റെയും 1000ൻ്റെയും കറൻസി നോട്ടുകൾ കേന്ദ്ര ഗവൺമെൻറ് പിൻവലിച്ചത്. 27. ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ച് സൂക്ഷിക്കുന്ന ഭൂപടമാണ് കഡസ്ട്രൽ ഭൂപടങ്ങൾ. ഇത് ഭൂപടങ്ങളെ കുറിച്ച് പഠിക്കാൻ കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ക്ലാസ് ഞാൻ ചെയ്യുന്നതാണ്. ഭൂപടത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കാർട്ടോഗ്രാഫിയാണ്. 28. ദേശീയ ശാസ്ത്ര ദിനം എപ്പോഴാണ് ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത്? ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. അന്ന് സ്കൂളിലെല്ലാം പ്രത്യേക പ്രോഗ്രാമെല്ലാം ഉണ്ടാവും. 29. മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. തൃശ്ശൂർ, തിരുവനന്തപുരം, ഉള്ളൂർ, തിരൂർ. ആൻസർ ഡി തിരൂരാണ് മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. 30ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഈ ഓപ്ഷൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, കനറ ബാങ്ക്. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇതിൻ്റെ ആൻസർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതിൻ്റെ അത് കനറ ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായി ISO സർട്ടിഫിക്കറ്റ് കിട്ടിയ ബാങ്കാണ് കനറ ബാങ്ക്. അപ്പോൾ അതിന് കനറ ബാങ്കിന് ISO സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു ബാങ്ക് എന്നുള്ള പദവിയും കൂടിയുണ്ട്. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.